വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ജിയോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ അഥവാ വിശാല സമതല ഭൂവിൽ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പാർട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ അഥവാ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ റീജിയണൽ ഡിവിഷൻസ് ആണ്. റീജിയണൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക വിഭാഗങ്ങളെന്ന് മലയാളത്തിൽ പറയും. അതായത് നമ്മൾ ഈ മുഴുവൻ ഉത്തരേന്ത്യൻ സമതലത്തിനെ 4 റീജിയൻസ് ആയിട്ട് 4 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരുന്നു. എന്നാലും അവയുടെ സ്ഥാനം, ലൊക്കേഷൻ എവിടാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോ പ്രധാനമായിട്ട് 4 റീജിയൻസ് ആയിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം വരുന്ന പ്ലെയിൻ ആണ് രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും വെസ്റ്റിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വെസ്റ്റിൽ വരുന്ന ഒന്നാമത്തെ ഡിവിഷനാണ് രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിന് തൊട്ടു മുകളിലായിട്ട് വരുന്ന രണ്ടാമത്തെ റീജിയണൽ ഡിവിഷനാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അഥവാ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡിവിഷൻ ഈ വളരെ നീളത്തിൽ കാണപ്പെടുന്ന യെല്ലോ കളറിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിന്റെ പേരാണ് ഗംഗാ പ്ലെയിൻ അഥവാ ഗംഗാ സമതലം. ഇനി ലാസ്റ്റ് ഡിവിഷൻ ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. അത് ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ഈ നീളത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഒരു ആസാമിന്റെ ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ഇത് ഇത്രയുമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ 4 റീജിയണൽ ഡിവിഷൻസ്: രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഒന്നാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള രാജസ്ഥാൻ പ്ലെയിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി രാജസ്ഥാൻ പ്ലെയിൻ വിച്ച് ഇൻക്ലൂഡ്സ് ദി ഥാർ ഡെസേർട്ട് മാർക്സ് ദി വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് രാജസ്ഥാൻ പ്ലെയിൻ എന്ത് ഉൾക്കൊള്ളുന്നു? രാജസ്ഥാൻ പ്ലെയിൻ ഇൻക്ലൂഡ്സ് ദി ധാർ ഡെസേർട്ട്. അപ്പൊ ധാർ മരുഭൂമി അല്ലെങ്കിൽ ധാർ ഡെസേർട്ട് ഉൾപ്പെടുന്നതാണ് എന്ത് രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. മാർക്സ് ദി വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഈ രാജസ്ഥാൻ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നത് എന്താണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ആണ്. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തായിട്ട് വെസ്റ്റേൺ മോസ്റ്റ് എൻഡിലായിട്ടാണ് രാജസ്ഥാൻ പ്ലെയിൻ കാണപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ ആ മാപ്പ് വരച്ചപ്പോ, മാപ്പ് കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായതാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏറ്റവും പടിഞ്ഞാറായിട്ട് വെസ്റ്റിലായിട്ട് വരുന്ന പ്ലെയിൻ ആണ് രാജസ്ഥാൻ പ്ലെയിൻ. അത് കഴിഞ്ഞാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിനും ഗംഗാ പ്ലെയിനും ബ്രഹ്മപുത്ര പ്ലെയിനും വരുന്നത്. അപ്പൊ രാജസ്ഥാൻ പ്ലെയിൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ആണ്. മാത്രവുമല്ല ഇവിടെ പറയുന്നുണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ദി ധാർ ഡെസേർട്ട്. രാജസ്ഥാൻ പ്ലെയിൻ ധാർ മരുഭൂമി ഉൾക്കൊള്ളുന്ന പ്ലെയിൻ ആണെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമി അല്ലെങ്കിൽ ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധാർ ഡെസേർട്ട് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ രാജസ്ഥാൻ പ്ലെയിനിലാണ്. മാത്രമല്ല ഇതൊരു ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറഞ്ഞ് 4ാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി ഇവിടെ പറയുന്നത് 2/3 of the Thar desert is situated in Rajasthan, while the remaining portion extends into the neighboring states of Haryana, പഞ്ചാബ് ആൻഡ് ഗുജറാത്ത്. അതായത് ധാർ ഡെസേർട്ടിന്റെ 2/3 ഭാഗവും 2/3 വരുന്നത്, 3 ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ 3/2 ഭാഗവും 2/3 വരുന്നതും എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. അപ്പൊ 2/3 ഓഫ് ദി ധാർ ഡെസേർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ധാർ ഡെസേർട്ടിന്റെ 3/2 ഭാഗവും വരുന്നത്. ഇനി ബാക്കി 1/3 ഭാഗം ഉണ്ടല്ലോ, ആ ഒരു റിമൈനിങ് പോർഷൻ, ആ ഒരു ബാക്കി ഭാഗം എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. While the remaining portion extends into the neighboring states of Haryana, Punjab and Gujarat. അപ്പൊ ബാക്കി വരുന്ന ധാർ ഡെസേർട്ടിന്റെ ബാക്കി ഭാഗം എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്? എക്സ്റ്റെൻഡ് ഇൻറ്റു നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഹരിയാന, പഞ്ചാബ് ആൻഡ് ഗുജറാത്ത്. അതായത് രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങളായ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലുമായിട്ടാണ് രാജസ്ഥാന്റെ ബാക്കി ഭാഗം, 1/3 ഭാഗം കിടക്കുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക്, മാപ്പിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം. ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ധാർ ഡെസേർട്ട് കിടക്കുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പഞ്ചാബ് ഹരിയാന എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങളിലും കുറച്ച് ഭാഗം താഴെ ഗുജറാത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്.
അപ്പൊ പ്രധാനമായിട്ടും ഥാർ ഡെസേർട്ട് ഈ ഒരു 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഥാർ ഡെസേർട്ടിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിവിടെ പറയുന്നുണ്ട്, ദ ഥാർ ഡെസേർട്ട് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 സിഗ്നിഫിക്കന്റ് റീജിയൻസ്. അതായത് ധാർ ഡെസേർട്ടിനെ നമുക്ക് വീണ്ടും ഫർദർ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ഡിവൈഡഡ് ഇൻറ്റു 2 സിഗ്നിഫിക്കന്റ് റീജിയൻസ്, രണ്ട് പ്രധാനപ്പെട്ട മേഖലകളായിട്ട് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ധാർ ഡെസേർട്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാർ ഡെസേർട്ട് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ 2 സിഗ്നിഫിക്കന്റ് റീജിയൻസ്, രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മരുസ്ഥാലി. മരുസ്ഥാലി എന്ന് പറയും. രണ്ടാമത്തെ ഭാഗമാണ് രാജസ്ഥാൻ. ബാഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ മാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നടുക്കൂടി റിവർ പോകുന്നുണ്ട്, ലൂണി റിവർ. അപ്പൊ ഈ ലൂണി റിവറിന്റെ വെസ്റ്റിലായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ മരുസ്ഥാലി എന്ന് പറയുന്നത്. മരുസ്ഥാലി. അതേസമയം ഈ ലൂണി റിവറിന്റെ കിഴക്കായിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാഗർ, രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഈ രാജസ്ഥാൻ ബാഗറിന്റെ തൊട്ട് കിഴക്കായിട്ട് ഒരു വലിയ പർവ്വതനിര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പർവ്വതനിരയുടെ പേരാണ്, ഇവിടെ ഒരു പർവ്വതനിര വരുന്നുണ്ട്, വലിയൊരു പർവ്വതനിര. അതിന്റെ പേരാണ് ആരവല്ലി എന്ന് പറയുന്നത്. ആരവല്ലി പർവ്വതനിര. അപ്പോ പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധാർ ഡെസേർട്ടിനെ രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? മരുസ്ഥാലിയും രാജസ്ഥാൻ ബാഗർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the Thar desert is further divided into 2 significant regions. ഏതൊക്കെയാണത്? ദ ആക്ച്വൽ ഡെസേർട്ട് ഏരിയ കാൾഡ് മരുസ്ഥാലി. അതായത് യഥാർത്ഥ മരുഭൂമി മേഖലയാണ്. ആക്ച്വൽ ഡെസേർട്ട് ഏരിയ വിളിക്കുന്ന പേരാണ് മരുസ്ഥാലി എന്ന് പറയുന്നത്. ഈ മരുസ്ഥലി എന്ന് പറയുന്ന സ്ഥലം എന്താണ്? യഥാർത്ഥ ആക്ച്വൽ ഡെസേർട്ട് ഏരിയ ആണ്, അല്ലെങ്കിൽ ദ ഡെസേർട്ട് പ്രോപ്പർ ആണ്. ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗമാണ് ഈ ലൂണി റിവറിന് വെസ്റ്റിലായിട്ട് വരുന്ന ഇത്രയും ഭാഗമാണ് നമ്മൾ മരുസ്ഥലി എന്ന് പറയുന്നത്. അപ്പൊ ഈ മരുസ്ഥലിയിൽ അത് യഥാർത്ഥ ഡെസേർട്ട് ആയിട്ടുള്ള മേഖലയാണ്. അതായത് വളരെ വരണ്ട പ്രദേശമായിരിക്കും, മഴ ലഭിക്കില്ല, സസ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, അങ്ങനത്തെ പ്രദേശം. അതേസമയം രണ്ടാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള രാജസ്ഥാൻ ബാഗറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദ സെമി അറിഡ് പ്ലെയിൻ അല്ലെങ്കിൽ സെമി ഡെസേർട്ട് റീജിയൻ നോൺ ആസ് രാജസ്ഥാൻ ബാഗർ. അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് എന്ത്? രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി അറിഡ് പ്ലെയിൻ ആണ്. സെമി അറിഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ മരുഭൂമി മേഖലയാണ്, അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതലമാണ്. അറിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശത്തിനെയാണ് നമ്മൾ അറിഡ് എന്ന് പറയുന്നത്. ഈ മരുസ്ഥാലി കംപ്ലീറ്റ് അറിഡായിട്ടുള്ള സ്ഥലമാണ്. അതേസമയം രാജസ്ഥാൻ ബാഗർ അങ്ങനല്ല. രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ സെമി എറിഡ് ആണ്, പൂർണ്ണമായും വരണ്ടതല്ല, പകുതി മാത്രം വരണ്ടതാണ്. അതുകൊണ്ടാണ് അർദ്ധ വരണ്ട സമതലം എന്ന് പറയുന്നത്. സെമി എറിഡ് പ്ലെയിൻ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പൂർണ്ണമായി എറിഡ് അല്ല, ഏകദേശം ഒരു പകുതി മാത്രമേ അത് എറിഡായിട്ടുള്ളൂ. അപ്പോൾ അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതലം അല്ലെങ്കിൽ സെമി എറിഡ് പ്ലെയിൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ സെമി ഡെസേർട്ട് റീജിയൻ എന്നും പറയാം. കാരണം പൂർണ്ണമായും ഡെസേർട്ട് അല്ല, പകുതി മാത്രം ഡെസേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന പ്രദേശമാണ്. അതാണ് സെമി ഡെസേർട്ട് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സെമി എറിഡ് പ്ലെയിൻ അല്ലെങ്കിൽ സെമി ഡെസേർട്ട് റീജിയൻ ഈസ് നോൺ ആസ് രാജസ്ഥാൻ ബാഗർ. അപ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ധാർ ഡെസേർട്ടിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ വെസ്റ്റിൽ വരുന്ന ഭാഗം മരുസ്ഥാലിയാണ്, ഈസ്റ്റിൽ വരുന്ന ഭാഗം ബാഗറാണ്, രാജസ്ഥാൻ ബാഗറാണ്. അപ്പോൾ ഈ മരുസ്ഥാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡെസേർട്ട് ഏരിയ ആണ്. അതേസമയം രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞ ഒരു സെമി എറിഡ് പ്ലെയിൻ ആണ്, പകുതി മാത്രം ഒരു ഡെസേർട്ടിന്റെ സ്വഭാവമുള്ള ഒരു പ്രദേശമാണ്. The geographical features of the Thar desert are explained in detail in the following chapter. അതായത് ഇനി വരുന്ന ചാപ്റ്ററിൽ നമ്മൾ ധാർ ഡെസേർട്ടിനെ കുറിച്ച്, ഇന്ത്യൻ ഡെസേർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം അതൊരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ രാജസ്ഥാൻ പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് ദി ആരവല്ലി മൗണ്ടൈൻ റേഞ്ച്. അത് ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരവല്ലി മൗണ്ടൈൻ റേഞ്ചിന്റെ, ആരവല്ലി ഇവിടെയാണ് വരുന്നത്. ആരവല്ലി മൗണ്ടൈൻ റേഞ്ചിന്റെ വെസ്റ്റിലായിട്ട്, പടിഞ്ഞാറ് അല്ലെ, ഈ മൗണ്ടൈൻ റേഞ്ചിന്റെ പടിഞ്ഞാറല്ലേ,
വെസ്റ്റിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദി വെസ്റ്റ് ഓഫ് ദി ആരവല്ലി മൗണ്ടൻ റേഞ്ച്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും മാപ്പിലെ ഡയറക്ഷൻസ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. മുകളിലോട്ടുള്ളത് നമ്മൾ നോർത്ത് ആണ്, അതിന്റെ താഴെ വരുന്നത് സൗത്ത് ആണ്. അതുപോലെ ഇത് ഈസ്റ്റും ഇത് വെസ്റ്റുമായിരിക്കും. ഇത് വെസ്റ്റുമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആരവല്ലി. ആരവല്ലിയുടെ നേരെ തൊട്ട് വെസ്റ്റ് പടിഞ്ഞാറായിട്ടാണ് അല്ലേ ആരവല്ലി. ഇപ്പൊ ഇവിടെ നടുക്കാണ് ആരവല്ലിയെങ്കിൽ അതിന്റെ വെസ്റ്റിലായിട്ട്, ഇതാണ് ആരവല്ലിയെങ്കിൽ അതിന്റെ വെസ്റ്റിലായിട്ടാണ് ആര് വരുന്നത്? രാജസ്ഥാൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആ മാപ്പിൽ രാജസ്ഥാൻ പ്ലെയിനിൽ കൂടെ ഒഴുകുന്ന ഒരു റിവറിനെ കണ്ടിരുന്നു അല്ലേ? ആ റിവറിന്റെ പേരാണ് ലൂണി എന്നുള്ളത്. അപ്പൊ ഇവിടെ ആ ലൂണിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എ സിഗ്നിഫിക്കന്റ് റിവർ ഇൻ ദിസ് പ്ലെയിൻ ഈസ് ദ ലൂണി. അതായത് ഈ പ്ലെയിനിലെ പ്രധാനപ്പെട്ട റിവർ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിവർ ആണ് ഏത്? ലൂണി എന്ന് പറയുന്നത്. അപ്പൊ രാജസ്ഥാൻ പ്ലെയിനിൽ കൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ലൂണി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് നോൺ പെറനിയൽ ഇൻ നേച്ചർ. ഈ റിവർ നോൺ പെറനിയൽ ആണ്. പെറനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും വാട്ടർ റിച്ച് ആയിട്ടുള്ളത്, അതായത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് പെറനിയൽ റിവേഴ്സ്. പക്ഷെ ലൂണി റിവർ എങ്ങനെയാണ്? പെറനിയൽ അല്ല, നോൺ പെറനിയൽ റിവർ ആണ്. വിച്ച് ഈസ് നോൺ പെറനിയൽ ഇൻ നേച്ചർ. അതായത് കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതായത് എല്ലാ കാലവും അതിൽ വെള്ളം കാണത്തില്ല. മഴക്കാലത്ത് വെള്ളം കാണും, പക്ഷെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും റിവർ എന്ത് ചെയ്യും? വറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് പെറനിയൽ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നോൺ പെറനിയൽ ആയിട്ടുള്ള ഒരു നദിയാണ് ലൂണി റിവർ. ഇത് കൂടാതെ ഈ പ്രദേശത്ത് ഒരുപാട് ലേക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സാൾട്ട് ലേക്സ്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തടാകങ്ങൾ എന്ന് പറയും. അത്തരത്തിലുള്ള ഒരുപാട് ദർ ആർ ന്യൂമറസ് സാൾട്ട് ലേക്സ് ഇൻ രാജസ്ഥാൻ പ്ലെയിൻ. ഇവിടെ നമുക്ക് ന്യൂമറസ് സാൾട്ട് ലേക്സ്, ഒട്ടനവധി സാൾട്ട് ലേക്സ്, നിരവധി ഉപ്പ് തടാകങ്ങളെ കാണാനായിട്ട് സാധിക്കും രാജസ്ഥാൻ പ്ലെയിനിൽ. ആൻഡ് അതിൽ പ്രധാനപ്പെട്ട സം ഓഫ് ദി മേജർ സാൾട്ട് ലേക്സ് ആർ സാംഭർ, ദിദ്വാന, സർഗോൾ. പ്രധാനപ്പെട്ട സാൾട്ട് ലേക്സ്, മേജർ സാൾട്ട് ലേക്സ് എന്ന് പറയുന്നത്, ഉപ്പ് തടാകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സാംഭർ ഉണ്ട്, അതുപോലെ ദിദ്വാനയുണ്ട്, അതുപോലെ തന്നെ സാർഗോൾ. അപ്പോൾ ഈ 3 സാൾട്ട് ലേക്സിന്റെയും പേര് ഓർത്തിരിക്കണം. അതുപോലെ രാജസ്ഥാൻ പ്ലെയിനിൽ കൂടെ ഒഴുകുന്ന റിവർ ആയിട്ടുള്ള ലൂണിയുടെ പേരും ഓർത്തിരിക്കണം. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ചാണ്. ഇപ്പൊ അതിന്റെ തുടക്കത്തിൽ ഇവിടെ പറയുന്നത് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ രാജസ്ഥാൻ പ്ലെയിൻ. നൗ ലെറ്റ് us ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. അതായത് പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് as you move from the Rajasthan plain towards east and northeast, you can see the northern plains gradually transforming into a fertile plain. അതായത് നമ്മൾ രാജസ്ഥാൻ പ്ലെയിനിൽ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്? as you move from രാജസ്ഥാൻ പ്ലെയിൻ ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ്, അതായത് രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് നമ്മൾ നേരെ ഈസ്റ്റിലേക്കും നോർത്ത് ഈസ്റ്റിലേക്കും, വടക്കോട്ടും വടക്ക് കിഴക്കോട്ടും മൂവ് ചെയ്താൽ, സഞ്ചരിച്ചാൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? യു ക്യാൻ സീ ദ നോർത്തേൺ പ്ലെയിൻസ് ഗ്രാജുവലി ട്രാൻസ്ഫോമിങ് ഇൻ ടു എ ഫെർട്ടൈൽ പ്ലെയിൻ. അതായത് നോർത്തേൺ പ്ലെയിൻസ് ഗ്രാജുവലി, ക്രമേണ ഒരു ഫെർട്ടൈൽ പ്ലെയിൻ ആയിട്ട്, ഒരു വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ as you move from Rajasthan plain towards east and northeast, you can see the northern plains gradually transforming into a fertile plain. രാജസ്ഥാൻ പ്ലെയിനിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും നമ്മൾ മൂവ് ചെയ്താൽ, സഞ്ചരിച്ചാൽ നമുക്ക് നോർത്തേൺ പ്ലെയിൻസ് ക്രമേണ എന്തായിട്ട് മാറുന്നു? വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമായിട്ട് മാറുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാവുന്നതാണ് രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു മരുഭൂമി പ്രദേശമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫെർട്ടിലിറ്റി വളരെ കുറവാണ്. ആ ഒരു വളക്കൂറുള്ള മണ്ണായിരിക്കത്തില്ല അവിടെ കാണപ്പെടുന്നത്. അതേസമയം നമ്മൾ ആ രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് നേരെ കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ നമുക്ക് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമായിട്ട് ഇത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് രാജസ്ഥാൻ പ്ലെയിൻ ആണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇതിന്റെ മുകളിലായിട്ട് വരുന്ന രണ്ടാമത്തെ പ്ലെയിൻ ആണ് ഏത്? പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടുന്ന് ആ, നേരെ കിഴക്കോട്ടും അല്ലെങ്കിൽ നമ്മൾ വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ, കിഴക്കോട്ടോ വടക്ക് കിഴക്കോട്ടോ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത്, രാജസ്ഥാൻ പ്ലേറ്റിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്ലെയിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോ ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിന്റെ ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലുമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചാബ് ഹരിയാന പ്ലേസ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കിഴക്കുമായിട്ടാണ് ഈ സമതലം വ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? ഇവിടെ നോക്കിയാൽ അറിയാം, കിഴക്കും അതുപോലെ വടക്കിഴക്കായിട്ടാണ് ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ വ്യാപിച്ചിരിക്കുന്നത്. ദിസ് പ്ലെയിൻ ഈസ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ വെസ്റ്റേൺ പാർട്ടാണ്, അല്ലേ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പടിഞ്ഞാറൻ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ്, ഏറ്റവും പടിഞ്ഞാറ് വരുന്നത് രാജസ്ഥാൻ പ്ലെയിൻ ആണ്. പക്ഷെ പടിഞ്ഞാറായിട്ട് വരുന്ന പ്ലെയിൻ ആണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഇപ്പോ വെസ്റ്റേൺ മോസ്റ്റ് പ്ലെയിൻ രാജസ്ഥാൻ പ്ലെയിൻ ആണ്. അതേസമയം വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ്. ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു ദ യമുന റിവർ. ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്? യമുന റിവർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ സൈഡിൽ കൂടെ റിവർ പോകുന്നുണ്ട്. ആ റിവറിന്റെ പേരാണ് യമുന റിവർ എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എവിടം വരെയാണ്? യമുന റിവർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിന്റെ ഈസ്റ്റേൺ ബോർഡർ, കിഴക്കൻ അതിരെന്ന് പറയുന്നത് ആരായിരിക്കും? ഉറപ്പായിട്ടും ഈ യമുന റിവർ ആയിരിക്കും. അപ്പൊ ദ ഈസ്റ്റേൺ ബോർഡർ ഓഫ് ദിസ് പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് ബൈ റിവർ യമുന. ഇതിന്റെ ഒരു ഈസ്റ്റേൺ ബോർഡർ, കിഴക്കൻ അതിർത്തി ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? റിവർ യമുനയാണ്, യമുന നദിയാണ്. ഇവിടെ പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. In India, this plain extends over the states of Punjab, Haryana and Himachal Pradesh, covering an area of approximately 1.75 lakh square kilometer. അതായത് ഇന്ത്യയിൽ ഈ ഒരു പ്ലെയിൻ, ഈ ഒരു സമതലം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, പരന്നു കിടക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ്? എക്സ്റ്റെൻസ് ഓവർ ദ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ്, ഹരിയാന ആൻഡ് ഹിമാചൽ പ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളിലുമായിട്ടാണ്, പഞ്ചാബിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലുമായിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഇത് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ്. ഉറപ്പായിട്ടും ഇത് പഞ്ചാബിലും ഹരിയാനയിലും കാണപ്പെടുന്ന സമതലമാണ്. അതുകൂടാതെ പഞ്ചാബിന്റെ മുകളിൽ വരുന്ന ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് കൂടി ഈ ഒരു പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഈ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഇതിന്റെ ഏരിയ എത്രയാണെന്ന് നോക്കാം. ഈ ഒരു സമതലത്തിന്റെ വിസ്തീർണം, കവറിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 1.75 lakh സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ ഈ ഒരു സമതലം കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1.75 lakh സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ സമതലത്തിന്റെ വ്യാപ്തി. അതാണ് ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചരിവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ജെന്റ്ലി സ്ലോപ്സ് ടുവേർഡ്സ് ദ വെസ്റ്റ്. അതായത് ഈ ഒരു സമതലം പടിഞ്ഞാറേക്ക് ജെന്റ്ലി സ്ലോപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഇതാണ് ആ ഒരു പഞ്ചാബ് ഹരിയാന സമതലമെങ്കിൽ ഇതിന്റെ ചരിവ് എങ്ങോട്ടായിരിക്കും? ഒരു വെസ്റ്റിലോട്ടായിരിക്കും, പടിഞ്ഞാറോട്ടായിരിക്കും ഈ ഒരു സമതലം ചരിഞ്ഞു കിടക്കുന്നത്. ആൻഡ് ഈ ചരിവ് എങ്ങനെയാണ്? ജെന്റ്ലി ആണ് ഇത് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് പടിഞ്ഞാറോട്ട് നേരിയ ചരിവ് മാത്രമേ ഇതിനുള്ളൂ, വളരെ കുത്തനെയുള്ള ചരിവല്ല, ജെന്റ്ലി മാത്രമുള്ള സ്ലോപ്പാണ്. അപ്പൊ ഇത് ജെന്റ്ലി സ്ലോപ്സ് ടുവേർഡ്സ് ദ വെസ്റ്റ്. പടിഞ്ഞാറേക്ക്, ടുവേർഡ്സ് ദ വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ് ഈ ഒരു സമതലത്തിന്റെ ചരിവെന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്ന പ്ലെയിനിൽ പ്രധാനമായിട്ടും 2 സമതലങ്ങൾ വരുന്നുണ്ട്, പഞ്ചാബ് സമതലവും ഹരിയാന സമതലവും. അതിലെ പഞ്ചാബ് പ്ലെയിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ പഞ്ചാബ് പ്ലെയിൻ എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് ദിസ് റീജിയൻ, അല്ലെ? ഈ ഒരു പഞ്ചാബ് ഹരിയാന എന്ന് പറയുന്ന ഒരു റീജിയനിലെ ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു പഞ്ചാബ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നോക്കാം. is primarily formed by the deposition of sediments carried by rivers such as Satluj, Jhelum, Chenab, Ravi and Beas. പ്രധാനമായിട്ടും ഈ 5 റിവേഴ്സിന്റെ, ഏതൊക്കെയാണ്? ജലം,
ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്. ഈ 5 റിവറും ഇൻഡസ് റിവറിന്റെ, സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികളാണ്. അപ്പൊ ഈ 5 നദികളും ക്യാരി ചെയ്ത് കൊണ്ടുവന്ന സെഡിമെന്റ്സ്, അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? നിക്ഷേപിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് അവയുടെ ആ സെഡിമെന്റ്സിന്റെ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഫോം ചെയ്ത് രൂപപ്പെട്ട ഒരു സമതലമാണ് പഞ്ചാബ് പ്ലെയിൻ എന്നുള്ളത്. അപ്പൊ പഞ്ചാബ് പ്ലെയിൻ ഈസ് പ്രൈമർലി ഫോംഡ് ബൈ, എങ്ങനെയാണ് ഫോം ചെയ്തത്? ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സിന്റെ ഡിപ്പോസിഷൻ വഴിയാണ്. ഇനി സെഡിമെന്റ്സ് കൊണ്ടുവന്ന ആരാണ്? സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ റിവേഴ്സ് സച്ച് ആസ് സത്ലജ്, ചലം, ചിനാബ്, രവി ആൻഡ് ബിയാസ്. ഇപ്പോ ഇതാണ് പഞ്ചാബ് പ്ലെയിൻ എന്നുണ്ടെങ്കിൽ, ഈ പഞ്ചാബ് പ്ലെയിനിൽ പ്രധാനമായിട്ടും 5 റിവേഴ്സിന്റെ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്താണ് ഈ ഒരു പ്ലെയിൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഏറ്റവും ആദ്യം ജലം എന്നുള്ള റിവർ വരുന്നു, അതിനുശേഷം ചിനാബ് എന്നുള്ള റിവർ വരുന്നുണ്ട്, അതിനുശേഷം രവി എന്നുള്ള മറ്റൊരു റിവർ വരുന്നുണ്ട്, പിന്നെ ബിയാസ് എന്നൊരു റിവർ ഉണ്ട്, അതിനുശേഷം സത്ലജ് എന്നൊരു റിവർ ഉണ്ട്. ആൻഡ് ഇതെല്ലാം, ഈ റിവേഴ്സ് എല്ലാം തന്നെ ചേരുന്നത് പ്രധാന നദി എന്ന് പറഞ്ഞാൽ ഏത് നദിയുടെ പോഷക നദികളാണ് ഇവയെന്ന് നമുക്കറിയാം. അത് ഇൻഡസ് റിവർ ആണ്. അപ്പൊ ഇൻഡസ് നദിയിലേക്കാണ് ഈ റിവേഴ്സ് എന്ത് ചെയ്യുന്നത്? വന്ന് ചേരുന്നത്. അപ്പൊ ഇൻഡസിലേക്ക് ഈ റിവേഴ്സ് എന്ത് ചെയ്യും? വന്ന് ചേരും. അപ്പൊ ഈ റിവേഴ്സ് ഇവിടെ എല്ലാം സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടായ ഒരു പ്ലെയിൻ ആണ്, ഒരു സമതലമാണ് പഞ്ചാബ് പ്ലെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എറ്റിമോളജിക്കലി നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു പദത്തിന്റെ, പഞ്ചാബ് എന്നൊരു പദത്തിന്റെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, പഞ്ചാബ് ഈസ് എറ്റിമോളജിക്കലി നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. അതായത് 5 നദികളുടെ നാടെന്നാണ് പഞ്ചാബിനെ അറിയപ്പെടുന്നത്. എന്താണ് അപ്പൊ അതിന്റെ ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നാണ്. അപ്പോ പഞ്ചാബ് ഈസ് എറ്റിമോളജിക്കലി നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. 5 റിവേഴ്സിന്റെ ലാൻഡ് അല്ലെങ്കിൽ 5 നദികളുടെ നാടെന്നാണ് പഞ്ചാബിനെ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ 5 നദികളുണ്ട്: ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 5 നദികളും ചേർന്നാണ് ഈ ഒരു പ്ലെയിൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് എന്താണ് ദോബുകൾ എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the Punjab Haryana plain is divided into 5 major dobes. അതായത് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു സമതലത്തിനെ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഡിവൈഡഡ് ഇൻറ്റു 5 മേജർ ഡോബ്സ്. അഞ്ച് പ്രധാനപ്പെട്ട 5 മേജർ ദോബുകളായിട്ട് നമുക്ക് ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു മുന്നേ എന്താണ് ഒരു ദോബെന്ന് നമുക്കറിയണം അല്ലെ? ദോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദോബ് ഇസ് എ ലാൻഡ് ലൈങ് ബിറ്റ്വീൻ 2 റിവേഴ്സ് ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. അതായത് പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ദോബുകൾ. അപ്പൊ ദോബ് എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ആണ്. ദോബ് ഇസ് എ ലാൻഡ്. ഇനി ഈ ലാൻഡ് എന്തിന്റെയൊക്കെ ഇടയിലാണ് കാണപ്പെടുന്നത്? ലൈങ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. 2 റിവേഴ്സിന്റെ ഇടയിലായിട്ടാണ് ഈ ലാൻഡ് കാണപ്പെടുന്നത്. ഇനി റിവേഴ്സ് എന്ത് ചെയ്യും? റിവേഴ്സ് ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. അതായത് ഈ റിവേഴ്സ് പരസ്പരം പിന്നീട് കൂടിച്ചേരുന്ന നദികളുമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ദോബ് വരച്ചു നോക്കുകയാണെങ്കിൽ, ഇതിൽ കൂടി ഒരു റിവർ വരുന്നു, ഈ സൈഡിൽ കൂടി മറ്റൊരു റിവർ വരുന്നു. അപ്പൊ ഈ ഒരു 2 റിവറിനും ഈ 2 റിവർ എന്ത് ചെയ്യും? ജോയിൻ ടുഗദർ ലേറ്റർ. ഇത് പരസ്പരം കൂടിച്ചേരും, പിന്നീട് കൂടിച്ചേർന്ന് ഒന്നായിട്ടാണ് പിന്നീട് ഒഴുകുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ റിവറിനും രണ്ടാമത്തെ റിവറിനും ഇടയിൽ വരുന്ന ആ ഒരു ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോബ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു 2 റിവേഴ്സിന് ഇടയ്ക്ക് വരുന്ന ഇത്രയും ഒരു ഭാഗം, ഈ ഒരു ഭാഗമാണ് ഡോബ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഡോബ് ഇസ് എ ലാൻഡ് ലൈങ് ബിറ്റ്വീൻ 2 റിവേഴ്സ് ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 5 ദോബുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ 5 ദോബുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അതാണ്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഡിവൈഡഡ് ഇൻറ്റു 5 മേജർ ഡോബ്സ്. ആ ദോബുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നിർമ്മിച്ചിരിക്കുന്ന 5 പ്രധാനപ്പെട്ട ദോബുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ബിസ്റ്റ് ജലന്ധർ ദോബ് എന്ന് പറയുന്നത്. ഈ ബിസ്റ്റ് ജലന്ധർ ദോബ് ഏതൊക്കെ നദികളുടെ ഇടയിലാണ് വരുന്നതെന്ന് നോക്കാം.
So between the rivers Bias and സത്ലജ്, ബിയാസിനും സത്ലജിനും ഇടയ്ക്കാണ് ഈ ബെസ്റ്റ് ജലന്ധർ ഡോബ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഏറ്റവും താഴെ കൂടി സത്ലജ് റിവർ പോകുന്നുണ്ട്, അതിന്റെ മുകളിൽ കൂടി ആര് പോകുന്നുണ്ട്, ബിയാസ് വരുന്നുണ്ട്. ബിയാസ് വന്ന് ഇങ്ങോട്ട് ചേരുകയാണ്. ഈ ബിയാസിനും സത്ലജിനും ഇടയിൽ വരുന്ന ഈ ഒരു ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ബെസ്റ്റ് ജലന്ധർ ഡോബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ബാരി ദോബ്. അത് ബിയാസിനും രവിക്കും ഇടയിലുള്ള ദോബാണ്. അപ്പൊ ഇവിടെ ബിയാസ് ഉണ്ട്, ഇവിടെ അതിന് മുകളിൽ കൂടി രവി പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഈ നീല കളറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത്, ബാരി ദോബ് എന്ന് പറയുന്നത്. അടുത്ത രചനാ ദോബാണ്. രചനാ ദോബ് ബിറ്റ്വീൻ ദ റിവേഴ്സ് രവി ആൻഡ് ചിനാബ്. രവിക്കും ചിനാബിനും ഇടയ്ക്ക് വരുന്നതാണ് രചനാ ദോബ്. ഇവിടെ രവി ഉണ്ട്, മുകളിൽ കൂടി ചിനാബ് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് എന്ത്, രചനാ ദോബ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാജ് ദോബാണ് നാലാമത്തെ ദോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബിറ്റ്വീൻ ദ റിവേഴ്സ് ചിനാബ് ആൻഡ് ജലം. ചിനാബിനും അതിന് മുകളിൽ കൂടെ ഉള്ള ജലത്തിന്റെയും ഇടയിൽ വരുന്ന ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് ഛാജ് ദോബ് എന്ന് പറയുന്നത്. ഫൈനലി സിന്ധ് സാഗർ ദോബ് ഉണ്ട്. അത് ഇൻഡസിനും ചലം ചിനാബ് ഈ രണ്ട് നദികൾക്കും ഇടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ സിന്ധ് സാഗർ ദോബ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഇൻഡസ് ആൻഡ് ചലം ചിനാബ്. അപ്പൊ ചലം ചിനാബിനും ഇൻഡസിനും ഇടയ്ക്കായിട്ട്, സിന്ധു നദിക്കും ഇടയ്ക്കായിട്ട് വരുന്നതാണ് സിന്ധ് സാഗർ ദോബ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സൈഡിൽ കൂടി ഇൻഡസ് റിവർ പോകുന്നുണ്ട്, അതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ജലം റിവർ വരുന്നുണ്ട്, പിന്നെ അതിന്റെ കുറച്ച് താഴോട്ട് ചിനാബ് റിവർ വരുന്നുണ്ട്. അപ്പൊ ഈ ജലത്തിനും ചിനാബിനും അതുപോലെ ഈ സൈഡിൽ ഇൻഡസിനും ഇടയ്ക്കായിട്ട് വരുന്ന യെല്ലോ കളറിൽ കാണപ്പെടുന്ന ദോബിനെ വിളിക്കുന്ന പേരാണ് സിന്ധ് സാഗർ ദോബ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ആദ്യത്തെ രണ്ട് റീജിയണൽ ഡിവിഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ചും പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള ഗംഗാ പ്ലെയിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the division of the plain situated to the east of the Punjab Haryana plain is known as the Ganga plain. അതായത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ, പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ ഈസ്റ്റിലായിട്ട് കിഴക്കായി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന, കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലെയിൻ ഡിവിഷന് അല്ലെങ്കിൽ ഒരു സമതല വിഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഗംഗാ പ്ലെയിൻ എന്നുള്ളത്. അപ്പോ ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ ഈസ്റ്റിലായിട്ട്, കിഴക്കായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ മാപ്പ് നേരത്തെ പരിചയപ്പെട്ട മാപ്പാണ്. ആദ്യം രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, അതിന് മുകളിലായിട്ട് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ തൊട്ട് കിഴക്കായിട്ട് ഈസ്റ്റിലായിട്ട് വരുന്ന ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ വളരെ വലിയ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഗംഗാ പ്ലെയിൻ എന്നുള്ളത്. അപ്പൊ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ടു ദ ഈസ്റ്റ് ഓഫ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലെ. നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, അത് ഇതിന്റെ തൊട്ട് ഈസ്റ്റിലായിട്ട്, കിഴക്കായിട്ടല്ലേ ഈ ഒരു പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആ ഒരു പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഗംഗ പ്ലെയിൻ എന്നുള്ളത്. ഇനി ദ ഗംഗ പ്ലെയിൻ സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ് ടു ദി യമുന റിവർ ഇൻ ദ വെസ്റ്റ്. അപ്പൊ ഇത് എവിടെ മുതൽ എവിടം വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നു, അല്ലെങ്കിൽ എവിടെ മുതൽ ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ്. കിഴക്കിൽ വരുന്നത് എന്താണ്, കിഴക്ക് ബംഗ്ലാദേശ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പ്ലെയിൻ മുഴുവനായി നമ്മൾ നോക്കുക. അപ്പൊ ഈ ഒരു പ്ലെയിന്റെ കിഴക്കായിട്ട് വരുന്നത് ആരാണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഇതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഈ ബംഗ്ലാദേശ് മുതൽ, കിഴക്ക് ബംഗ്ലാദേശ് മുതൽ നേരെ പടിഞ്ഞാറ് ആരാണ് വരുന്നത്, യമുന റിവർ ആണ്. അപ്പൊ യമുന റിവർ മുതൽ ഈ ഒരു ബംഗ്ലാദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്ലെയിൻ ആണ്, സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലെയിൻ ആണ് ഗംഗാ പ്ലെയിൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കിഴക്ക് ഈസ്റ്റേൺ ബൗണ്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന റിവർ ആണ്. നമ്മൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പഞ്ചാബ് ഹരിയാന പ്ലെയിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, ഈസ്റ്റേൺ ബൗണ്ടറി യമുന റിവർ ആണ് അല്ലെ. ഇവിടെ യമുന റിവർ ഉണ്ട്. അപ്പൊ ഈ യമുന റിവർ മുതൽ ഇവിടെ ആരുണ്ട്, ഇവിടെ ഈ ഒരു ബംഗ്ലാദേശ് വരെ, ഈ രണ്ട് ബൗണ്ടറിക്ക് ഇടയിലായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന വളരെ വലിയ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഗംഗാ പ്ലെയിൻ എന്നുള്ളത്. അപ്പോ സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ഈസ്റ്റ്, കിഴക്ക് ബംഗ്ലാദേശും അതുപോലെ യമുന റിവറിന്റെ വെസ്റ്റ്, പടിഞ്ഞാറായിട്ട് വരുന്നത് ആരാണ്, യമുന റിവറുമാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പ്ലെയിൻ ആണ് ഗംഗാ പ്ലെയിൻ. This expansive plain covers the states of Uttarakhand, Uttar Pradesh, Haryana, Delhi and parts of Jharkhand and West Bengal. അപ്പൊ ഈ ഒരു പ്ലെയിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വരുന്നത് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം.
അപ്പൊ ഇതൊരു എക്സ്പാൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ ആണ്, വിശാലമായിട്ടുള്ള സമതലമാണ്. കവർ ദ സ്റ്റേറ്റ്സ് ഓഫ് ഉത്തരാഖണ്ഡ്. ഇത് കവർ ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. അപ്പൊ ഈ ഒരു മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഏറ്റവും മുകളിലായിട്ട് ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്. അതിനുശേഷം ഉത്തർപ്രദേശ്. പ്രധാനമായിട്ടും ഇത് ഉത്തർപ്രദേശിലാണ് കാണപ്പെടുന്നത്. ദാ ഈ നീളത്തിൽ ഉത്തർപ്രദേശിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാന, ഹരിയാനയുടെ കുറച്ച് ഭാഗത്ത് ഈ ഒരു പ്ലെയിൻ വരുന്നുണ്ട്. അതുപോലെ ഡൽഹിയിൽ വരുന്നുണ്ട് ഈ ഒരു പ്ലെയിൻ. പിന്നെ പാർട്സ് ഓഫ് ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇവിടെ ജാർഖണ്ഡിന്റെ കുറച്ച് ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ താഴെ വരുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇത്രയും സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയൊരു പ്ലെയിൻ ആണ് ഈ ഒരു ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോ സ്പാനിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ ഇത് ഇതിന്റെ ഏരിയ, ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോ സ്പാനിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അത്രയും വിസ്തൃതിയുള്ള ഒരു സമതലമാണ്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഏരിയ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഏകദേശം 1.75 ലാക്ക് ആണ് അതിന്റെ ഏരിയ. അപ്പൊ അതിനെ അപേക്ഷിച്ച് എത്രത്തോളം വലിയ ഒരു സമതലമാണ് ഈ ഗംഗാ സമതലം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? കാരണം 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നോക്കാം. ദിസ് എക്സ്പാൻസീവ് പ്ലെയിൻ വാസ് ഫോംഡ് ത്രൂ ദി ഡിപ്പോസിഷണൽ പ്രോസസ്സസ് ബൈ റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പൊ ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തത് ഗംഗയുടെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും, പോഷക നദികളുടെയും ഡിപ്പോസിഷണൽ പ്രോസസ്സിന്റെ ഫലമായിട്ടാണ്. അതായത് ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഈ ഒരു ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത്, നിക്ഷേപിച്ച്, ആ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ സമതലമാണ് ഈ ഒരു വളരെ വലിയ സമതലമായിട്ടുള്ള ഈ ഒരു ഗംഗാ സമതലം. അപ്പൊ അതുകൊണ്ടാണ് ഗംഗാ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും ആയതുകൊണ്ടാണ് ഇതിനെ ഗംഗാ പ്ലെയിൻ എന്നുള്ള പേരിൽ തന്നെ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്? ഫോംഡ് ത്രൂ ദി ഡിപ്പോസിഷണൽ പ്രോസസ്സസ് ബൈ റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഗംഗാ റിവറാണ് ഇവിടെ കൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റിവർ എന്ന് പറയുന്നത്, ഗംഗാ റിവർ. അപ്പോ ഈ ഗംഗാ റിവറിലേക്ക് ഒട്ടനവധി പോഷക നദികൾ, ട്രിബ്യൂട്ടറി റിവേഴ്സ് വന്ന് ചേരുന്നുണ്ട്. യമുന റിവർ ഉണ്ട്, അതുപോലെ തന്നെ മുകളിൽ കൂടി ഘാഗ്ര റിവർ ഉണ്ട്, ഗാണ്ടക് ഉണ്ട്, കോസി ഉണ്ട്, അതുപോലെ പെനിൻസുലാർ ഏരിയാസിൽ നിന്ന് റിവർ വരുന്നുണ്ട്, സോൺ ഉണ്ട്, കെൻ ഉണ്ട്, അതുപോലെ ബെത്വ റിവർ ഉണ്ട്, അതുപോലെ തന്നെ ചാമ്പൽ എന്ന് പറയുന്ന റിവർ ഉണ്ട്. അങ്ങനെ റിവർ വന്ന് ചേരുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടായ അതിന്റെ ഒരു ഡിപ്പോസിഷണൽ പ്രോസസ്സിന്റെ, ഇതിന്റെ ഒരു നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപപ്പെട്ടത്. അപ്പൊ ഇതിന്റെ എലിവേഷൻ, ഉയരം എന്ന് പറയുന്നത്, ദ ആവറേജ് എലിവേഷൻ ഓഫ് ദി ഗംഗാ പ്ലെയിൻ ഈസ് അറൌണ്ട് 200 മീറ്റേഴ്സ്. ഇതിന്റെ ആവറേജ് എലിവേഷൻ, ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന്, എബോവ് മീൻ ലെവലിൽ നിന്ന് എത്രയാണ്? 200 മീറ്റേഴ്സ് ആണ്. വെറും 200 മീറ്റർ മാത്രമേ ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഹിമാലയമൊക്കെ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്നും ഈ ഒരു പ്ലെയിൻ എത്ര ഉയരക്കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് എക്സിബിറ്റ്സ് എ ജനറൽ സ്ലോപ്പ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. അപ്പോ ദ പ്ലെയിൻ എക്സിബിറ്റ്സ് എ ജനറൽ സ്ലോപ്പ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റിലേക്കും, കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് ഇതിന്റെ ഒരു ജനറൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോ നമുക്കത് ഉറപ്പായിട്ടും ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എങ്ങോട്ടാണ് ഇതിന്റെ ചരിവ് വരുന്നത്? നേരെ കിഴക്കോട്ട് ഈസ്റ്റിലേക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റിലേക്കുമായിട്ടാണ് ഇതിന്റെ ഒരു സ്ലോപ്പ് വരുന്നത്, സൗത്ത് ഈസ്റ്റിലേക്കും. അപ്പൊ കാരണം ഈ സ്ലോപ്പിന്റെ ഡയറക്ഷനിലായിരിക്കുമല്ലോ ഉറപ്പായിട്ടും നദികൾ ഒഴുകുന്നത്. അപ്പോ സ്ലോപ്പ് എങ്ങോട്ടേക്കാണ്? ഇറ്റ് എക്സിബിറ്റ്സ് എ ജനറൽ സ്ലോപ്പ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് ഇതിന്റെ ഒരു പൊതുവായ ചരിവ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഗംഗാ പ്ലെയിനെ വീണ്ടും നമുക്ക് 3 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Based on geographical features, the Ganga plain has been further divided into 3 regions. അതായത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിസിൽ, അഥവാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ ബേസിസിൽ, അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഗംഗാ പ്ലെയിൻ ഹാസ് ബീൻ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 3 റീജിയൻസ്.
ഗംഗാ പ്ലെയിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 3 റീജിയൻസ് ആയിട്ട് 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ 3 റീജിയൻസ് ആണ് അപ്പർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം. അപ്പൊ ഈ ആദ്യം കാണുന്ന ഗംഗാ പ്ലെയിന്റെ ഈ ഒരു ഡിവിഷനെ വിളിക്കുന്ന പേരാണ് അപ്പർ ഗംഗാ പ്ലെയിൻ അഥവാ ഉപരിഗംഗാ സമതലം. അത് കഴിഞ്ഞു വരുന്നതാണ് മിഡിൽ ഗംഗാ പ്ലെയിൻ അല്ലെങ്കിൽ മധ്യഗംഗാ സമതലം എന്ന് പറയും. അതിനുശേഷം വരുന്നതാണ് ലോവർ ഗംഗാ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ കീഴ്ഗംഗാ സമതലം. ഇത് മൂന്നുമാണ് ഗംഗാ പ്ലെയിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിവിഷൻസ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ആദ്യത്തെ 3 റീജിയണൽ ഡിവിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ റീജിയണൽ ഡിവിഷൻ ആയിട്ടുള്ള ബ്രഹ്മപുത്ര പ്ലെയിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ബ്രഹ്മപുത്ര സമതലം ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The Brahmaputra Plain, known by various names such as Brahmaputra Valley, Assam Plain, constitutes the easternmost part of the North Indian Plain. അതായത് ഈ ബ്രഹ്മപുത്ര പ്ലെയിനെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദ ബ്രഹ്മപുത്ര പ്ലെയിൻ നോൺ ബൈ വേരിയസ് നെയിംസ്, പലതരത്തിലുള്ള നെയിംസിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് പേരുകളെന്ന് നോക്കാം. അപ്പൊ വേരിയസ് നെയിംസ് സച്ചസ് ബ്രഹ്മപുത്ര വാലി, ആസാം വാലി ആൻഡ് ആസാം പ്ലെയിൻ. അപ്പോൾ ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രഹ്മപുത്ര വാലി എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ ആസാം വാലി, അതുപോലെ ആസാം പ്ലെയിൻ, ബ്രഹ്മപുത്ര താഴ്വര, ആസാം താഴ്വര, അതുപോലെ ആസാം സമതലം എന്നിവയാണ് ഈ ഒരു പ്ലെയിന്റെ മറ്റു പേരുകൾ. കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടിലായിട്ട് വരുന്ന പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുള്ളത്. ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കിഴക്കായിട്ട്, നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏറ്റവും കിഴക്കായിട്ട് വരുന്ന ഭാഗമാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുള്ളത്. അപ്പൊ ഈ മാപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ട് വരുന്നത് രാജസ്ഥാൻ പ്ലെയിനും, അതുപോലെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ട് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏറ്റവും കിഴക്കായിട്ട് ഈസ്റ്റേൺ മോസ്റ്റിൽ വരുന്ന പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുള്ളത്. അപ്പോ ഇത് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് എവിടെ മുതലാണെന്ന് നോക്കാം. Stretching from the easternmost edge of the Assam to the west of Dhubri near the border of Bangladesh, it spans approximately 720 kilometers in length with the width ranging from 60 to 70 kilometers. അതായത് ഈ ഒരു പ്ലെയിൻ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ആസാമിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് മുതൽ, ആസാമിന്റെ ഏറ്റവും കിഴക്കേ അറ്റം മുതൽ, ഇവിടെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ആസാമിന്റെ ഏറ്റവും കിഴക്കേ അറ്റം മുതലാണ് ഈ ഒരു പ്ലെയിൻ തുടങ്ങുന്നത്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് ആസാം മുതൽ എവിടം വരെയാണ് വരുന്നത്? ടു ദ വെസ്റ്റ് ഓഫ് ദുബ്രി. ദുബ്രിയുടെ വെസ്റ്റ് മുതൽ, ദുബ്രി ഇവിടാണ് വരുന്നത്. അപ്പൊ ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ, ദുബ്രി എന്ന് പറയുന്ന സ്ഥലം ഇവിടാണ് വരുന്നത്. അപ്പൊ ഈ ദുബ്രി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലെയിൻ ആണിത്. അപ്പോൾ ഇറ്റ് എക്സ്റ്റെൻഡ്സ് സ്ട്രെച്ചിങ് ഫ്രം ദ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് ആസാം, ആസാമിന്റെ കിഴക്കേ അറ്റം, ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് മുതൽ, അറ്റം മുതൽ, ടു ദ വെസ്റ്റ് ഓഫ് ദുബ്രി നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്. അതായത് ദുബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ ദുബ്രി എന്ന് പറയുന്നത് എന്താണ്? ബംഗ്ലാദേശിന്റെ ബോർഡറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ബംഗ്ലാദേശിന്റെ അതിർത്തിക്ക് അടുത്തുള്ള, നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്, ബംഗ്ലാദേശിന്റെ ബോർഡറിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ദുബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ഈ ഒരു പ്ലെയിൻ വ്യാപിച്ചു കിടക്കുന്നത്. എവിടെ മുതൽ? ആസാമിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് മുതൽ. ആൻഡ് ഇറ്റ് സ്പാൻസ് അപ്രോക്സിമേറ്റ്ലി 720 കിലോമീറ്റർ ഇൻ ലെങ്ത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ നീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 720 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ഇറ്റ് സ്പാൻസ് അപ്രോക്സിമേറ്റ്ലി 720 കിലോമീറ്റർ ഇൻ ലെങ്ത്. നീളം 720 കിലോമീറ്റർ ആണ്. വിത്ത് ദ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 70 കിലോമീറ്റർ. അപ്പൊ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ് ഏകദേശം വരുന്നത്. അപ്പൊ ശരാശരി നീളം 720 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ് വരുന്നത്. ഇതിന്റെ ഒരു മേജർ പോർഷനും സ്ഥിതി ചെയ്യുന്നത്, ഭൂരിഭാഗം പ്രദേശവും സ്ഥിതി ചെയ്യുന്ന ആസാമിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പ്ലെയിൻ സ്ഥിതി ചെയ്യുന്ന ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ്, അല്ലെ? അപ്പോൾ ദ മേജർ പോർഷൻ ഓഫ് ദി ബ്രഹ്മപുത്ര പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ആസാം. ആസാമിലാണ് ഈ ഒരു പ്ലെയിന്റെ മേജർ പോർഷനും ഭൂരിഭാഗം പ്രദേശവും ഈ ഒരു പ്ലെയിന്റെ സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ആസാമിലാണ്.
Though the Brahmaputra plain is commonly considered as the eastward extension of the North Indian plain, geographically this plain stands distinct and separate from the rest of the North Indian plain. അതായത് നമ്മൾ ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനെ എന്തായിട്ടാണ് കോമൺലി കൺസിഡർ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആയിട്ടാണ്, അല്ലേ? നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഒരു കിഴക്കോട്ടുള്ള ഒരു തുടർച്ച, ഈസ്റ്റ് വേർഡിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ, ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ജോഗ്രഫിക്കലി ഈ ബാക്കിയുള്ള പ്ലെയിനെ അപേക്ഷിച്ച്, അതായത് ഗംഗാ പ്ലെയിനെയും പഞ്ചാബ് ഹരിയാന പ്ലെയിനെയും രാജസ്ഥാനെ പ്ലെയിനെ അപേക്ഷിച്ച് ഈ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ബാക്കിയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിൻ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു വ്യത്യസ്തമാണ്. ഈ ഒരു പ്ലെയിൻസിന്റെ ആദ്യത്തെ 3 പ്ലെയിൻസിന്റെ സവിശേഷതകളല്ല ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിൻ ഉള്ളത്. അപ്പൊ ജോഗ്രഫിക്കലി ദിസ് പ്ലെയിൻ സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ ബാക്കി നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ജോഗ്രഫിക്കലി ഈ ഒരു പ്ലെയിൻ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ്, വേറിട്ട് നിൽക്കുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര പ്ലെയിൻ ജോഗ്രഫിക്കലി സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മള് റീജിയണൽ ഡിവിഷൻ, ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഹിമാലയത്തിന്റെ 3 റീജിയണൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ കിഴക്കൻ ഹിമാലയം. അപ്പൊ ഇതിൽ ഈസ്റ്റേൺ ഹിമാലയാണ് ഇതിന്റെ നോർത്തിലായിട്ട് വരുന്നത്. അപ്പോ ഇതിന്റെ നോർത്തിൽ വരുന്നത് ആരാണ്? ഈസ്റ്റേൺ ഹിമാലയാണ്. ഈ ബ്രഹ്മപുത്ര പ്ലെയിന്റെ ഏറ്റവും വടക്കായിട്ട് വരുന്നത് ആരാണ്? ഈസ്റ്റേൺ ഹിമാലയ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആസാം ഹിമാലയ എന്ന് തന്നെ ആയിരുന്നു അതിന്റെ വേറൊരു പേര്. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ ഇൻ ദ നോർത്ത്, കിഴക്കൻ ഹിമാലയമാണ് ഇതിന്റെ വടക്ക് വരുന്നത്. അതേസമയം ഇതിന്റെ ഈസ്റ്റിലായിട്ട്, കിഴക്കായിട്ട് വരുന്ന കുന്നുകൾ എന്ന് പറയുന്നത് പട്കായി നാഗ ഹിൽസ് ആണ്. ഈ ഒരു ഭാഗത്ത് ഇതിന്റെ കിഴക്കായിട്ട് വരുന്നത് പട്കായി കുന്നുകളും അതുപോലെ തന്നെ നാഗ കുന്നുകളും. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ കിഴക്കായിട്ട് വരുന്നത്, പട്കായി ഹിൽസ് ആൻഡ് നാഗ ഹിൽസ്. അപ്പൊ പട്കായി നാഗ കുന്നുകളാണ് ഇതിന്റെ എവിടായി വരുന്നത്? ഇതിന്റെ ഈസ്റ്റിലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് ആൻഡ് മിഗിർ ഹിൽസ് ഇൻ ദ സൗത്ത്. അപ്പൊ ഇതിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 കുന്നുകളാണ്: ഗാരോ ഖാസി, ജയന്തിയ, അതുപോലെ തന്നെ മിഗിർ കുന്നുകൾ. ഗാരോ ഖാസി, ജയന്തിയ, മിഗിർ ആണ് ഇതിന്റെ സൗത്തിലായിട്ട്, തെക്കിലായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇത്രയുമാണ് ഇതിന്റെ ബൗണ്ടറീസ്, നാച്ചുറൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയിൽ തന്നെ പ്രകൃതിദത്തമായിട്ട് ഇതിനുള്ള അതിർത്തികളാണ് ഈ കുന്നുകളെല്ലാം. ഇപ്പൊ നോർത്തിൽ വരുന്നത് ആരാണ്? നോർത്തിൽ വരുന്നത് ഈസ്റ്റേൺ ഹിമാലയ, കിഴക്ക് വരുന്നത് പത്കായ് നാഗ ഹിൽസ് ആണ്. അതേസമയം സൗത്തിൽ വരുന്നത് ഖാസി, ഗാരോ, ജയന്തിയ ഹിൽസ്, അതുപോലെ തന്നെ മിഗിർ ഹിൽസ്. അപ്പോ ഇൻ ദ സൗത്ത് സെർവസ് ഇറ്റ്സ് നാച്ചുറൽ ബൗണ്ടറീസ്. ഈ കുന്നുകളെല്ലാം ഒരു നാച്ചുറൽ ബൗണ്ടറികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെർവ് ചെയ്യുന്നത്. സെപ്പറേറ്റിംഗ് ദ പ്ലെയിൻ ഫ്രം ദ സറൗണ്ടിങ് ഏരിയാസ്. ഈ പ്ലെയിൻ എന്ത് ചെയ്യുന്നു? സറൗണ്ടിങ് ഏരിയാസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ചുറ്റുപാടുകളിൽ നിന്ന്, സറൗണ്ടിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ഹിൽസ് എല്ലാം. ഈസ്റ്റേൺ ഹിമാലയ ഇൻ ദ നോർത്ത്, പത്കായ് ആൻഡ് നാഗ ഹിൽസ് ഇൻ ദ ഈസ്റ്റ്, ഗാരോ ഖാസി, ജയന്തിയ ആൻഡ് മിഗിർ ഹിൽസ് ഇൻ ദ സൗത്ത് സെർവസ് ഇറ്റ്സ് നാച്ചുറൽ ബൗണ്ടറീസ്. അപ്പൊ അത് മാത്രമല്ല, ഇതിന്റെ വെസ്റ്റിലായിട്ട് വരുന്നത് ആരാണ്? ഗംഗാ പ്ലെയിന്റെ ലോവർ ഗംഗാ പ്ലെയിൻ എന്നുള്ള ഡിവിഷൻ ആണ്. നമ്മൾ നേരത്തെ ഗംഗാ പ്ലെയിനെ അപ്പർ ഗംഗ, മിഡിൽ ഗംഗ, ലോവർ ഗംഗ എന്നിങ്ങനെ വേർതിരിച്ചിരുന്നു, അല്ലെ? അപ്പോ ഗംഗാ പ്ലെയിന്റെ ലോവർ ഗംഗയാണ് ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിന്റെ വെസ്റ്റിലായിട്ട്, പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ദ ലോവർ ഗംഗാ പ്ലെയിൻ ലൈസ് ടു ദി വെസ്റ്റ് ഓഫ് ദി ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായിട്ട് കീഴ് ഗംഗാ സമതലമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ സ്പാനിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 56,275 സ്ക്വയർ കിലോമീറ്റർ ഈസ് ഫോംഡ് ത്രൂ ദി ഡിപ്പോസിഷണൽ പ്രോസസ്സസ് ക്യാരിഡ് ഔട്ട് ബൈ ദി ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് ഈ ഒരു പ്ലെയിന്റെ ഏരിയയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലെയിൻ ടോട്ടൽ ഏരിയ, ഇത് സ്പാൻ ചെയ്തിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ അതിന്റെ ഒരു വിസ്തൃതി
ഈ ഒരു സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 56,275 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് 56,275 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു സമതലത്തിന്റെ ടോട്ടൽ വിസ്തീർണം അല്ലെങ്കിൽ വിസ്തൃതി, അതിന്റെ ഏരിയ. ഇനി ഇത് ഫോം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈസ് ഫോംഡ് ത്രൂ ദി ഡിപ്പോസിഷണൽ പ്രോസസ്സസ് ക്യാരിഡ് ഔട്ട് ബൈ ദി ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് ഇത് ഗംഗാ റിവർ, ഗംഗാ സമതലം നിർമ്മിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഗാ റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ നിക്ഷേപിച്ച് അത് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായ വളരെ വലിയൊരു പ്ലെയിൻ ആണ് ഗംഗാ പ്ലെയിൻ. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മപുത്ര പ്ലെയിനും രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന റിവർ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസുമാണ്. ബ്രഹ്മപുത്ര റിവറിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും ഡിപ്പോസിഷണൽ പ്രോസസ്സിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു സമതലമാണ് ഇത്. അപ്പൊ ഈസ് ഫോംഡ് ത്രൂ ദി ഡിപ്പോസിഷണൽ പ്രോസസ്സസ്. ഇത് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഡിപ്പോസിഷണൽ പ്രോസസ്സ് വഴിയാണ്, നിക്ഷേപണ പ്രക്രിയകൾ വഴിയാണ്. അത് ആരാണ് നടത്തുന്നത്? ക്യാരിഡ് ഔട്ട് ബൈ ദി ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ബ്രഹ്മപുത്ര നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും പോഷക നദികളും നടത്തുന്ന ഡിപ്പോസിഷണൽ പ്രോസസ്സിന്റെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് ഫോം ചെയ്ത ഒരു പ്ലെയിൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മപുത്ര റിവറിന്റെ പ്രധാനപ്പെട്ട മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ് പഠിക്കാനുള്ളത്. ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ്. But Teesta, Manas, Lohit, Dibang are some of the major tributaries of the Brahmaputra river. Brahmaputra riverന്റെ മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ടീസ്റ്റ, മാനസ്, ലോഹിത്, അതുപോലെ തന്നെ ഡിബാങ്. ഇനി ഈ പ്ലെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ നമുക്ക് ഒരുപാട് അലൂവിയൽ ഫാൻസ് അല്ലെങ്കിൽ എക്കൽ വിഷറികൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എക്കൽ വിഷറികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അലൂവിയൽ ഫാൻസ് എന്ന് പറയും. അലൂവിയൽ ഫാൻസിന്റെ മലയാളമാണ് എക്കൽ വിഷറികൾ. ഇതൊരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. നദികളുടെ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ഭൂരൂപമാണ്. അപ്പൊ ദിസ് പ്ലെയിൻ ഈസ് റിച്ച് ഇൻ അലൂവിയൽ ഫാൻസ്. ഈ പ്ലെയിൻ എന്താണ്? അലൂവിയൽ ഫാൻസ് കൊണ്ട് റിച്ച് ആണ്, സമ്പന്നമാണ്. അതായത് ഒട്ടനവധി അലൂവിയൽ ഫാൻസ് ഈ ഒരു ബ്രഹ്മപുത്ര പ്ലെയിനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്കിവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ ഒരു മൗണ്ടെയിനും അതിന്റെ മുന്നിലായിട്ട് ഒരു പ്ലെയിൻ ഏരിയയുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മൗണ്ടെയിനസ് റീജിയണിൽ ചരിവ് കൂടുതലായതുകൊണ്ട് തന്നെ റിവറിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത വളരെ കൂടുതലായിരിക്കും. ചരിവ് കൂടുമ്പോൾ ഉറപ്പായിട്ടും വേഗത എങ്ങനെ ആയിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ ഒരു പ്ലെയിൻ ഏരിയയിൽ, സമതലത്തിൽ റിവറിന്റെ വെലോസിറ്റി കുറവായിരിക്കും. കാരണം സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിവ് കുറവുള്ള പ്രദേശമാണ്. അപ്പൊ ചരിവ് കുറയുമ്പോൾ വേഗത എങ്ങനെ ആയിരിക്കും? വളരെ കുറച്ച് വേഗതയിലേ റിവർ ഒഴുകത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് when rivers enter a plain from mountainous region, അതായത് ഒരു റിവർ എന്ത് ചെയ്യുന്നു? ഒരു പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഒരു സമതലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം മൗണ്ടെയിനസ് റീജിയൻ, ഒരു പർവ്വത പ്രദേശത്ത് നിന്നും പ്ലെയിനിലേക്ക്, സമതലത്തിലേക്ക് റിവർ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അവയുടെ വെലോസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ their velocity decreases abruptly. എന്ന് വെച്ചാൽ പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് അതിന്റെ വെലോസിറ്റി, വേഗത ഡിക്രീസ് ചെയ്യുന്നു, വേഗത കുറയുന്നു. കാരണം പെട്ടെന്ന് ചരിവ് കുറഞ്ഞു. മൗണ്ടെയിനിൽ ചരിവ് കൂടുതലാണ്, അതുകൊണ്ടാണ് വേഗത കൂടുതൽ. അതേസമയം പ്ലെയിൻ ഏരിയാസിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ചരിവ് കുറഞ്ഞതിന്റെ ഫലമായിട്ട് വേഗതയും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട്, പെട്ടെന്ന് വേഗത കുറയുന്നതിന്റെ ഫലമായിട്ട് റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അലൂവിയം, സെഡിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാദങ്ങൾ എന്ന് പറയും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എക്കൽ അല്ലെങ്കിൽ അലൂവിയം ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ അലൂവിയം പെട്ടെന്ന് വേഗത കുറയുന്നതിന്റെ ഫലമായിട്ട് ഈ ഒരു സമതലത്തിൽ, ഈ ഒരു പ്ലെയിൻ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. അപ്പൊ ഈ നിക്ഷേപിക്കപ്പെടുന്നത് ഈ ഒരു ഫാനിന്റെ ഷേപ്പിലായിരിക്കും ഈ ഒരു ഡിപ്പോസിഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു വിഷറിയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇതാണ്ട് ഒരു വിഷറിയുടെ രൂപത്തിലായിട്ടായിരിക്കും ഈ ഒരു ഡിപ്പോസിഷൻ നടക്കുന്നത്, ഒരു ഫാനിന്റെ രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ലാൻഡ് ഫോംസിനെ വിളിക്കുന്ന പേരാണ് അലൂവിയൽ ഫാൻസ് എന്ന്. ആ ഒരു പേരിലാണ് ഈ ഒരു ലാൻഡ് ഫോം അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് the sediments or alluvium carried by the rivers
അതായത് പെട്ടെന്ന് റിവർ മൗണ്ടേനിയസ് റീജിയനിൽ നിന്ന് പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ വേഗത കുറയുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ദ സെഡിമെന്റ്സ് ഓർ അലൂവിയം ക്യാരിഡ് ബൈ ദ റിവേഴ്സ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫാൻസ്. അതായത് റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അലൂവിയം, സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ ദ റിവേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നു? ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഫാൻസ്. അത് പെട്ടെന്ന് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. എന്തിന്റെ രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് ഫാൻസ്, വിഷറികളുടെ രൂപത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഇത് നിക്ഷേപിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സച്ച് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ഫീച്ചേഴ്സ് ആർ referred to as alluvial fans. ഇങ്ങനെ ഉണ്ടാവുന്ന ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണ്. ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആർ റെഫേർഡ് ടു as alluvial fans അല്ലെങ്കിൽ എക്കൽ വിഷറികൾ. ഇനി ഒരിക്കൽ പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിവർ എന്ത് ചെയ്യും? റിവർ പ്ലെയിനിൽ കൂടിയായിരിക്കും ഒഴുകുന്നത്. അപ്പോൾ റിവേഴ്സ് ദാറ്റ് കണ്ടിന്യൂ ഫ്ലോയിങ് ത്രൂ ദ പ്ലെയിൻസ് സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ്. അതായത് പ്ലെയിൻസിലൂടെ ഫ്ലോ ചെയ്ത് ഒഴുകി പോകുന്ന റിവേഴ്സ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ്, പല ചാനൽസ് ആയിട്ട്, പല ചാലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ ഒരു പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുന്ന റിവർ എന്ത് ചെയ്യുന്നു? പല പല ചാനൽസ് ആയിട്ട് അല്ലെങ്കിൽ പല പല ചാലുകളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേർതിരിഞ്ഞ് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവേഴ്സ് ദാറ്റ് കണ്ടിന്യൂ ഫ്ലോയിങ് ത്രൂ ദ പ്ലെയിൻസ് സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് ഒഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? പല ചാലുകളായിട്ട്, ചാനൽസ് ആയിട്ട് പിരിയുന്നു. ആസ് ദി റിവേഴ്സ് വെലോസിറ്റി ഡിക്രീസസ്, റിവറിന്റെ വെലോസിറ്റി, വേഗത എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആസ് ദി റിവേഴ്സ് വെലോസിറ്റി ഡിക്രീസസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവ്സ് ഇൻ ദി റിവർ കോഴ്സ്. അതായത് വേഗത കുറയുമ്പോൾ റിവർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവുകൾ ഫോം ചെയ്ത്, അതായത് വലയങ്ങൾ ഫോം ചെയ്തിട്ട് റിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഒഴുകാനായിട്ട് തുടങ്ങും. അപ്പൊ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവ്സ് ഇൻ ദ റിവർ കോഴ്സ്. റിവർ കോഴ്സിൽ കർവുകൾ, വലയങ്ങൾ സൃഷ്ടിച്ച് റിവർ ഒഴുകാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ പ്ലെയിൻ ഏരിയാസിൽ റിവറിന്റെ വേഗത കുറവാണ്. അപ്പൊ റിവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വലയങ്ങൾ, ഇത്തരത്തിലുള്ള കർവുകൾ ഫോം ചെയ്തിട്ട്, ഇവിടെ കർവുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ കർവുകൾ ഫോം ചെയ്ത് ഒഴുകാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു പേര് പറയും, ഓർ ഇൻ എ സിനുവസ് മാനർ. ഇതിന് ഇങ്ങനെ വളഞ്ഞു പിളഞ്ഞു ഒഴുകുന്നതിനെ പറയുന്ന പേരാണ് സിനുവസ് മാനർ എന്നുള്ളത്. അപ്പൊ റിവർ ഫ്ലോസ് ഇൻ എ സിനുവസ് മാനർ വെൻ ദ വെലോസിറ്റി ഡിക്രീസസ്. ഈ ഒരു പ്ലെയിൻ ഏരിയാസിൽ റിവർ ആ രീതിയിലായിരിക്കും ഒഴുകുന്നത്. ഈ പ്ലെയിൻ ഏരിയാസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിവർ പിന്നീട് വളഞ്ഞു പിളഞ്ഞായിരിക്കും താഴേക്ക് ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സിനുവസ് മാനർ. അപ്പൊ റിവേഴ്സ് വളഞ്ഞു പിളഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങുന്നു. This eventually leads to the formation of oxbow lakes. ഇത് ക്രമേണ ഇവഞ്ച്വലി എന്തിലേക്ക് നയിക്കുന്നു? ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സ്ബോ ലേക്സ്. അതായത് ഓക്സ്ബോ തടാകങ്ങളുടെ ഫോർമേഷനിലേക്ക് ഇത്തരത്തിൽ റിവർ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നത് കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളഞ്ഞു ഒഴുകുന്നത് എന്തിലേക്ക് നയിക്കുന്നു? ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സ്ബോ ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവറിന്റെ സൈഡിലായിട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ, ലേക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നു. ഈ ലേക്കുകളെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്സ് എന്നുള്ളത്. അപ്പോൾ ഓക്സ്ബോ ലേക്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിയാണ്ടേഴ്സും ഓക്സ്ബോ ലേക്സും ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ റിവർ ഫ്ലോയിങ് ത്രൂ കമ്പാരറ്റീവ്ലി ജെന്റിൽ സ്ലോപ്സ് ഡീവിയേറ്റ്സ് when alluvial deposits within the river course create obstructions to the flow. അതായത് റിവർ ഒരു കമ്പാരറ്റീവ്ലി ജെന്റിൽ സ്ലോപ്പിൽ കൂടി ഒഴുകുന്ന സമയത്ത്, ഫ്ലോ ചെയ്യുമ്പോൾ, കമ്പാരറ്റീവ്ലി ജെന്റിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന നേരിയ ചരിവുള്ള പ്രദേശമാണ്. ജെന്റിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നേരിയ ചരിവ്. അതായത് ഏറെക്കുറെ പ്ലെയിൻ ഏരിയാസിൽ, സമതലത്തിൽ കൂടി റിവർ ഒഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരിയ ചരിവുള്ള ജെന്റിൽ സ്ലോപ്പുള്ള ഒരു പ്രദേശത്ത് കൂടി റിവർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് റിവർ എന്ത് ചെയ്യുന്നു? റിവർ ഡീവിയേറ്റ്സ് when alluvial deposits within the river course create obstructions to the flow. അതായത് റിവർ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, റിവറിന്റെ ഗതി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? മാറാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നേരെ ഒഴുകുന്ന ഒരു റിവർ ആണെങ്കിൽ ആ റിവർ ഡീവിയേറ്റ് ചെയ്യാനായിട്ട്, ചെറുതായിട്ട് അതിന്റെ ഗതി മാറാനായിട്ട് തുടങ്ങുന്നു, അതൊഴുകുന്ന പാത മാറുന്നു. അതിന്റെ കാരണമെന്ന് പറയുന്നത് when alluvial deposits within the river course create obstructions to the flow. അതായത് റിവറിന്റെ കോഴ്സിൽ, റിവർ ഒഴുകുന്ന കോഴ്സിൽ
നിക്ഷേപിക്കപ്പെടുന്ന അലൂവിയൽ ഡിപ്പോസിറ്റുകൾ എക്കർ എന്ത് സൃഷ്ടിക്കുന്നു? ക്രിയേറ്റ് ഒബ്സ്ട്രക്ഷൻസ് ടു ദ ഫ്ലോ. റിവറിന്റെ ഒഴുക്കിന് ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻസ് തടസ്സം സൃഷ്ടിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു റിവർ നേരെ ഒഴുകി പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു? റിവർ ഒഴുകുന്ന സമയത്ത് പ്ലെയിൻ ഏരിയാസ്, ജെന്റിൽ സ്ലോപ്പ് ഉള്ള ഏരിയാസ് ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ ഏരിയാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിവറിന്റെ വെലോസിറ്റി, വേഗത വളരെ കുറവായിരിക്കും. അപ്പൊ റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് റിവർ കോഴ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ സെഡിമെന്റ്സ്, ഈ അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? റിവറിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോ ദി അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ക്രിയേറ്റ് ഒബ്സ്ട്രക്ഷൻസ് ടു ദ ഫ്ലോ. റിവറിന്റെ ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻസ്, തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് റിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? വളരെ പതുക്കെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റിവർ അതിന്റെ ഒഴുക്ക് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യും, വഴി മാറി റിവർ ഒഴുകാൻ തുടങ്ങുന്നു. This deviation leads to the formation of sinuous curves along the river course, creating meanders. അപ്പൊ ഈ ഒരു ഡീവിയേഷൻ, ഇത്തരത്തിൽ റിവർ ഡീവിയേറ്റ് ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കുന്നു? ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് സിനുവസ് കർവുകൾ. സിനുവസ് കർവുകളുടെ ഫോർമേഷനിലേക്ക് നയിക്കുന്നു. അതായത് റിവർ വളഞ്ഞു ഒഴുകുന്നതിലേക്ക് ഇത് കാരണമാകുന്നു along the river course. അപ്പൊ റിവർ കോഴ്സിൽ സിനുവസ് കർവുകൾ ഫോം ചെയ്യുന്നു. ഈ ഒരു സെഡിമെന്റ്സ് തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ റിവർ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും. ഇത്തരത്തിൽ ഇങ്ങനെ വളഞ്ഞ് റിവർ ഒഴുകുന്നു. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് സിനുവസ് കർവുകൾ. ഇത്തരത്തിൽ വളഞ്ഞു ഒഴുകുന്നതിനെയാണ് സിനുവസ് കർവ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് മിയാൻഡേഴ്സ്. ഈ സിനുവസ് കർവുകൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പതിയെ മിയാൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നദികൾ ഉണ്ടാക്കുന്ന വലയങ്ങളെ അല്ലെങ്കിൽ കർവുകളെ വിളിക്കുന്ന പേരാണ് മിയാൻഡർ എന്നുള്ളത്. അപ്പൊ റിവർ മിയാൻഡേഴ്സ് സൃഷ്ടിക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ കോസ് മിയാൻഡേഴ്സ് ടു കർവ് ഫർദർ. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, കാലക്രമേണ സമയം പോകുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ കോസ് മിയാൻഡേഴ്സ് ടു കർവ് ഫർദർ. അതായത് തുടർച്ചയായുള്ള ഇറോഷൻ എന്ന് പറഞ്ഞാൽ അപരദനം. അതായത് നദിയുടെ വശങ്ങളിൽ നിന്നും നദിയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നു? പാറകളും ചരലും മണലും എല്ലാം ഇളകി പോകുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇറോഷൻ അല്ലെങ്കിൽ അപരദനം. അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിപ്പോസിഷൻ. അപ്പൊ ഈ തുടർച്ചയായിട്ട് റിവർ ഒഴുകുന്നതിന്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷനും ഡിപ്പോസിഷനും സംഭവിക്കുന്നുണ്ട്. അതായത് അപരദനവും നിക്ഷേപണവും സംഭവിക്കുന്നുണ്ട്. അതെന്തിന് കാരണമാകുന്നു? കോസ് മിയാൻഡേഴ്സ് ടു കർവ് ഫർദർ. ഇത് മിയാൻഡർ വീണ്ടും കർവ് ചെയ്യാൻ, ഇതിന്റെ വലയങ്ങൾ വീണ്ടും വളയാനായിട്ട്, വീണ്ടും കർവ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതായത് എപ്പോഴും ഒരു റിവറിന്റെ സെഡിമെന്റ്സ് വരുന്നത് ഈ മിയാൻഡറിന്റെ ഉൾഭാഗത്തായിരിക്കും, അകത്തായിരിക്കും സെഡിമെന്റ്സ് വരുന്നത്. അപ്പൊ ഡിപ്പോസിഷൻ നടക്കുന്നത് എപ്പോഴും ഈ ഒരു അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഇതിന്റെ ഈ ഒരു കോൺകേവ് ഭാഗത്തായിട്ടായിരിക്കും ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം നടക്കുന്നത്. അതേസമയം ഇതിന്റെ ഒരു ഇറോഷൻ നടക്കുന്നത് എപ്പോഴും ഇതിന്റെ വശങ്ങളിലായിരിക്കും. വശങ്ങളിൽ എന്ന് പറഞ്ഞ് ഈ വളയുന്ന ഭാഗങ്ങളിലായിട്ടായിരിക്കും എപ്പോഴും ഇറോഷൻ സംഭവിക്കുന്നത്. റിവർ വളയുന്ന ഭാഗങ്ങളിൽ, ഇത്തരത്തിലുള്ള വളയുന്ന ഭാഗങ്ങളിൽ എപ്പോഴും ഇറോഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷന്റെയും ഡിപ്പോസിഷന്റെയും ഫലമായിട്ട് റിവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വീണ്ടും റിവർ ഇത്തരത്തില് വളഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഇറോഷൻ സംഭവിക്കുന്നു, ഈ ഒരു പ്രദേശത്ത് ഇറോഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളവ് കുറച്ചുകൂടി റിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? വളയാനായിട്ട് തുടങ്ങും. അപ്പൊ കുറച്ചുകൂടി റിവർ വളഞ്ഞു, ഇറോഷൻ സംഭവിച്ചിടത്തേക്ക് വളഞ്ഞു പോകുന്നു. അപ്പോ subsequently, when the river takes a straighter course, such a curved sections get detached from the main river, forming isolated water bodies. അതായത് ഇതിന്റെ ഫലമായിട്ട് ഇത്തരത്തിൽ കർവുകൾ മിയാൻഡർ വലുതാവുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? റിവർ ടേക്സ് എ സ്ട്രെയിറ്റർ കോഴ്സ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു കർവ്, ഇവിടെ ഇത്തരത്തിലൊരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ ഈ രണ്ട് ഭാഗത്തും ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇറോഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഡിപ്പോസിഷൻ സംഭവിക്കുന്നത് എപ്പോഴും ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അകത്തായിരിക്കും ഡിപ്പോസിഷൻ സംഭവിക്കുന്നത്. അപ്പൊ കുറെ നാൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ സംഭവിച്ച് ഈ ഒരു ഭാഗം, ഇറോഷൻ സംഭവിക്കുന്ന ഭാഗത്തെ മണ്ണും
ഭൂമി ഇടിഞ്ഞു പോയതിനു ശേഷം റിവർ എന്ത് സ്വീകരിക്കുന്നു? ഒരു സ്ട്രെയിറ്റ് കോഴ്സ് റിവർ സ്വീകരിക്കുന്നു. റിവർ നേരെ നേരെ അങ്ങ് ഒഴുകാനായിട്ട് തുടങ്ങും. ഇതാണ് സ്ട്രെയിറ്റ് കോഴ്സ്. നേരെ ഒഴുകാനായിട്ട് തുടങ്ങും. കാരണം ഈ ഒരു ഭാഗത്തെ ഭൂമി ഇറോഷൻ കാരണം ഇടിഞ്ഞു പോയി. മാത്രവുമല്ല, ഡിപ്പോസിഷന്റെ ഫലമായിട്ട്, നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് ഇവിടെ എല്ലാം സെഡിമെന്റ്സ് അടിഞ്ഞ് കൂടുന്നു. അപ്പൊ സെഡിമെന്റ്സ് അടിഞ്ഞ് കൂടുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? സബ്സിക്വന്റ്ലി വെൻ ദ റിവർ ടേക്സ് എ സ്ട്രൈറ്റർ കോഴ്സ് സച്ച് കർവ്ഡ് സെക്ഷൻസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ മെയിൻ റിവർ. അപ്പോ ഈ മെയിൻ റിവറിൽ നിന്ന്, മെയിൻ റിവർ എന്ന് പറയുന്നത് ഇതാണ് മെയിൻ റിവർ. ഈ മെയിൻ റിവറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് അതായത് അകന്ന് ചില കർവ്ഡ് സെക്ഷൻസ് കാണപ്പെടുന്നു. നേരത്തെ ഈ റിവറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലയമാണിത്. ഈ വലയം ഇറോഷന്റെ ഡിപ്പോസിഷന്റെയും ഫലമായിട്ട് റിവർ സ്ട്രെയിറ്റ് കോഴ്സ് സ്വീകരിച്ച സമയത്ത് മെയിൻ റിവറിൽ നിന്ന് ഈ ഒരു വലയം, ഈ ഒരു വാട്ടർ ബോഡി ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് അകന്ന് ദൂരെ മാറി സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ സച്ച് കർവ്ഡ് സെക്ഷൻസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ മെയിൻ റിവർ ഫോമിങ് ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ്. ഇത്തരത്തില് ഡിറ്റാച്ച് ആയി പോകുന്ന, അകന്നു പോകുന്ന കർവ്ഡ് സെക്ഷൻസ്, വലയങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോമിങ് ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ്, ഒറ്റപ്പെട്ട ജലാശയങ്ങളായിട്ട് കാണപ്പെടുന്നു, ഒറ്റപ്പെട്ട ജലാശയങ്ങളായിട്ട് മാറുന്നു. അപ്പൊ മെയിൻ സ്ട്രീമിൽ നിന്ന്, മെയിൻ റിവറിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ്, ഈ വാട്ടർ ബോഡീസിനെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്സ് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ. അപ്പൊ സച്ച് ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ് ആർ കാൾഡ് ഓക്സ്ബോ ലേക്സ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ ലേക്സ് അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്സ് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ എങ്ങനെയാണ് ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. രണ്ട് സൈഡിലും ഇറോഷൻ സംഭവിച്ചു. ഇറോഷൻ സംഭവിച്ച ഭാഗത്തുകൂടി റിവർ ഒന്നായി സ്ട്രെയിറ്റ് കോഴ്സിലേക്ക് പോകുന്നു. ഇവിടെ ഡിപ്പോസിഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഐസൊലേറ്റഡ് വാട്ടർ ബോഡി ആയിട്ട് മാറുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ റിവർ ദസ് ഫ്ലോയിങ് ഇൻ എ സിനുവസ് മാനർ ഈസ് കാൾഡ് റിവർ മിയാൻഡർ. അതായത് സിനുവസ് മാനർ എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന ആ ഒരു രീതിയിൽ. അപ്പൊ ഒരു സിനുവസ് മാനറിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിനെ വിളിക്കുന്ന പേരാണ് റിവർ മിയാൻഡർ എന്നുള്ളത്. റിവർ മിയാൻഡറിങ്ങിന്റെ മലയാളം എന്ന് പറയുന്നത് നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ്. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെ നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു നദി മിയാൻഡർ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ ചിത്രത്തില് നദി ഇങ്ങനെ പുളഞ്ഞാണ് ഒഴുകുന്നത് അല്ലെ, ഒരു സിനുവസ് മാനറിലാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് റിവർ മിയാൻഡറിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്കൊരു ഓക്സ്ബോ ലേക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രധാന നദി, സ്ട്രെയിറ്റ് കോഴ്സിൽ പോകുന്ന ഒരു മെയിൻ റിവർ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ സ്ട്രെയിറ്റ് കോഴ്സിൽ നേർഗതിയിൽ ഒഴുകുന്ന ഒരു മെയിൻ റിവർ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ്, ഒറ്റപ്പെട്ട ജലാശയങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ തടാകങ്ങൾ അഥവാ ഓക്സ്ബോ ലേക്സ്. അപ്പൊ ഇതൊരു ഓക്സ്ബോ ലേക്കാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടാകമാണ്. അപ്പൊ ഇത് ഒരു ഓക്സ്ബോ ലേക്കാണ്. ഇത് അതുപോലെ മറ്റൊരു ഓക്സ്ബോ ലേക്കാണ്. ഇവിടെ നമുക്കൊരു ഓക്സ്ബോ തടാകം കാണാനായിട്ട് സാധിക്കും. ഇത് മറ്റൊരു ഓക്സ്ബോ തടാകമാണ്. അപ്പൊ ഇതെല്ലാം ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ആണ്. അപ്പോ ഈ വാട്ടർ ബോഡീസിനെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ ലേക്സ്. 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ജോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള റീജിയണൽ ഡിവിഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ പ്രധാനപ്പെട്ട 4 റീജിയണൽ ഡിവിഷനും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.